ഒരിടത്ത് വൃദ്ധനായ ഒരു കർഷകനുണ്ടായിരുന്നു. തന്റെ 3 ആൺമക്കളോടുമൊപ്പം അയാൾ ആ ഗ്രാമത്തിൽ ജീവിച്ചു. 3 മക്കളും ചെറുപ്പക്കാരും സുന്ദരന്മാരുമായിരുന്നു. മക്കളെ ഓർത്ത് അയാൾ അഭിമാനിച്ചു. അവർക്ക് വിവാഹപ്രായമായെന്ന് തിരിച്ചറിഞ്ഞു. നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് വിവാഹപ്രായമായിരിക്കുന്നു. നിങ്ങൾക്കായി സുന്ദരിമാരായ പെൺകുട്ടികളെ കണ്ടെത്തേണ്ടതുണ്ട്. അവരോടൊപ്പം നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ടാവേണ്ടതുണ്ട്. പക്ഷേ അച്ഛാ, ഞങ്ങൾ എങ്ങനെയാണ് വധുക്കളെ കണ്ടെത്തേണ്ടത്? ശരിയാണല്ലോ അച്ഛാ, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ വധുക്കളെ കണ്ടെത്തേണ്ടത്? അച്ഛൻ പറയുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാം. അതെങ്ങനെയാണെന്ന് അങ്ങ് ആദ്യം പറഞ്ഞു തരൂ. തീർച്ചയായും പറയാം. വധുക്കളെ കണ്ടെത്താൻ നമ്മുടെ കുടുംബ പാരമ്പര്യം അനുസരിച്ചൊരു രീതിയുണ്ട്. നിങ്ങളും അത് പിന്തുടരണം. ഒരു മഴുവെടുത്ത് നമ്മുടെ കൃഷിയിടത്തിലെ ഒരു മരം മുറിക്കണം. ഏത് ദിശയിലാണോ മരം വീഴുന്നത് ആ ദിശയിൽ നിങ്ങൾ പെൺകുട്ടിയെ തിരയണം. പക്ഷേ മരം മുറിക്കുന്നതിന് മുൻപ് നിങ്ങൾ പകരം മരച്ചെടികൾ നട്ടിരിക്കണം. മാത്രമല്ല, അതിനെ പരിപാലിക്കുമെന്ന് എനിക്ക് വാക്കും തരണം. അതെ അച്ഛാ. അച്ഛാ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മരം മുറിക്കുന്നതിന് മുൻപ് ചെടികൾ എന്തിനു നടണം? കാരണം മരങ്ങൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ്. നമ്മൾ അവയെ മുറിക്കുമ്പോൾ പകരമായി അനേകം ചെടികൾ നട്ടു വളർത്തണം. അവർ അച്ഛനെ അനുസരിച്ചു. ഓരോരുത്തരും ആദ്യം ഓരോ ചെടികൾ നട്ടു. എന്നിട്ട് മരം മുറിച്ചു. മൂത്ത മകൻ മുറിച്ച മരം വീണത് വടക്കു ഭാഗത്തേക്കായിരുന്നു. ഓ, വടക്ക്! അതെനിക്ക് നല്ലതാണല്ലോ. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ആ ഭാഗത്താണ് താമസിക്കുന്നത്. ഞാൻ ഉടനെ അവിടെ ചെന്ന് അവളെ വിവാഹം ആലോചിക്കും. രണ്ടാമത്തവൻ മുറിച്ച മരം വീണത് തെക്ക് ഭാഗത്തേക്കും. ആഹാ, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതും പലപ്പോഴും അവളോടൊത്ത് നൃത്തം ചെയ്യുന്നതും അവൾ തെക്ക് ഭാഗത്താണെന്നതും ഈ മരത്തിന് എങ്ങനെ അറിയാം? ഞാൻ ഉടൻ തെക്ക് ഭാഗത്തേക്ക് പോവാൻ തയ്യാറാവട്ടെ. ഇളയ മകൻ മുറിച്ച മരം ഒരു വനത്തിന്റെ ഭാഗത്തേക്കാണ് വീണത്. ഇത് കണ്ട് 2 സഹോദരങ്ങളും അവനെ നോക്കി ചിരിച്ചു. ഇങ്ങോട്ട് നോക്കൂ, നീ ആ ഭാഗത്തേക്ക് പോവാൻ തീരുമാനിച്ചോ? വീക്കോ, അവിടെ ആരാണ് നിന്നെ വിവാഹം ചെയ്യുക? ചെന്നായിയോ അതോ കരടിയോ? മരം എങ്ങോട്ടാണോ വീണത് ആ ഭാഗത്തേക്ക് ഞാൻ പോകൂ. എനിക്ക് ഉറപ്പുണ്ട്, ആ ഭാഗത്തെന്റെ പെണ്ണിനെ ഞാൻ കണ്ടെത്തും. ആ 3 സഹോദരങ്ങളും യാത്ര ആരംഭിച്ചു. മൂത്ത മകൻ വടക്കു ഭാഗത്തുള്ള പെൺകുട്ടിയെ തേടി പോവുകയും അയാൾ സ്നേഹിച്ച പെണ്ണിനെ വിവാഹം ആലോചിക്കുകയും ചെയ്തു. അവളാവട്ടെ അത് അംഗീകരിച്ചു. രണ്ടാമത്തെ മകൻ തെക്ക് ഭാഗത്തേക്ക് പോയി അയാളുടെ കാമുകിയോട് വിവാഹക്കാര്യം അറിയിച്ചു. അപ്പോൾ തന്നെ അവൾ സമ്മതം മൂളി. വനത്തിലേക്ക് പോയ വീക്കോ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. പക്ഷെ അവൻ ഒരു മനുഷ്യനെ പോലും കണ്ടില്ല. അയാൾ നിരാശനും ക്ഷീണിതനുമായി തീർന്നു. അതുകൊണ്ട് അവൻ കിടക്കാനൊരു ഇടം തേടി വനത്തിൽ ചെറിയൊരു കുടിൽ കണ്ടെത്തി. അത് കണ്ട് വീക്കോ ആശ്ചര്യപ്പെട്ടു. അതിനകത്ത് കടന്ന വീക്കോയ്ക്ക് ഒന്നും കണ്ടെത്താനായില്ല. അവിടെ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരെലി ഉണ്ടായിരുന്നു. ഓ, ഇവിടെ ആരും ഇല്ലല്ലോ. അതെങ്ങനെ പറയാൻ കഴിയും? ഞാനില്ലേ ഇവിടെ? നീ ഒരു എലിയല്ലേ, മനുഷ്യനല്ലല്ലോ. ഈ കാട്ടിൽ നീ എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ ഭാവി വധുവിനെ തേടി വന്നതാണ്. ഈ കാട്ടിലോ? ഇവിടെ അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടെത്താമെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ നന്നായി പരിശ്രമിച്ചാൽ എനിക്ക് അവളെ കണ്ടെത്താൻ കഴിയും. പക്ഷെ എന്നെ വിഷമിപ്പിക്കുന്നത് ഇവിടെ മനുഷ്യരാരും ഇല്ലെന്നതാണ്. ഒരു വധുവിനെ കണ്ടെത്താതെ മടങ്ങിയാൽ അത് നാണക്കേടായിരിക്കും. ഈ കാട്ടിൽ പെൺകുട്ടികളെ ഇല്ല. എന്തുകൊണ്ട് എന്നെ നിങ്ങളുടെ കാമുകിയാക്കിക്കൂടാ? നീയൊരു എലിയാണ്. ഞാൻ എങ്ങനെയാണ് നിന്നെ എന്റെ ഭാര്യയാക്കുക? എന്നെ വിശ്വസിക്കൂ വീക്കോ. ഞാനൊരു എലിയാണെങ്കിലും നിന്നോട് സ്നേഹമുള്ളവളും സത്യസന്ധയും ആയിരിക്കും. അതെ, പക്ഷേ ചുണ്ടലി അവനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അവന് വേണ്ടി നൃത്തം ചെയ്തു. അവന് വേണ്ടി മനോഹരമായി പാടി. ക്ഷീണിതനായ വീക്കോയെ അവൾ രസിപ്പിച്ചു. പാട്ടും നൃത്തവും അവസാനിച്ചപ്പോൾ എലി വീക്കോയുടെ തീരുമാനത്തിനായി കാത്തു. അവൾ അവനെ സ്നേഹപൂർവ്വം നോക്കി. എനിക്ക് നിന്നെ ഇഷ്ടമായി. ഞാൻ നിന്നെ എന്റെ കാമുകിയാക്കാം. ഇത് കേട്ട ചുണ്ടലിക്ക് ഒരുപാട് സന്തോഷമായി. അവൻ തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കുമെന്ന് അവൾ ഉറപ്പു നൽകി. അങ്ങനെ ആ 3 സഹോദരങ്ങളും വീട്ടിലെത്തി. പറയൂ കുട്ടികളെ, നിങ്ങൾ വധുക്കളെ കണ്ടെത്തിയോ? ഞാനൊരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞു അച്ഛാ. അവരുടെ ചുണ്ടുകൾക്ക് റോസ് നിറമാണ്. എന്റെ പെണ്ണും അങ്ങനെ തന്നെ വളരെ സുന്ദരിയാണ്. അവൾക്ക് നീളമുള്ള സ്വർണ്ണ മുടികളുണ്ട്. എന്തു പറ്റി വൈക്കോ? നിന്റെ പെണ്ണിന് മൂർച്ചയുള്ള പല്ലുകളും നീണ്ടുകൂർത്ത ചെവികളും ഉണ്ടാവുമല്ലേ? ഇങ്ങനെ ചിരിക്കാതെ സഹോദര,
എന്റെ പെണ്ണ് സൗമ്യയും ചെറിയ തോതിൽ സുന്ദരിയുമാണ്. വെൽവെറ്റിന്റെ ഗൗൺ ധരിച്ചിട്ടുണ്ടവൾ. എങ്കിൽ അവൾ ഒരു രാജകുമാരിയായിരിക്കും. അതെ, അവൾ എനിക്ക് വേണ്ടി പാടിയപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിച്ചു. വീക്കോയുടെ കാര്യമോർത്ത് സഹോദരങ്ങൾക്ക് സന്തോഷം തോന്നിയില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരുടെ അച്ഛൻ മക്കളുടെ ഭാവി വധുക്കളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അയാൾ മക്കളോട് പറഞ്ഞു, എനിക്കൊരു കാര്യം അറിയണം. നിങ്ങളുടെ ഭാവി വധുക്കൾ അടുക്കള കാര്യം നോക്കുമോ ഇല്ലയോ എന്ന്. എനിക്കൊരപ്പം ഉണ്ടാക്കിത്തരാൻ അവരോട് പറയൂ. മൂത്തവർ അത് സമ്മതിച്ചു. പക്ഷെ വീക്കോ നിശബ്ദനായിരുന്നു. ഒരു എലിക്ക് അപ്പം ഉണ്ടാക്കാൻ കഴിയില്ലെന്നതായിരുന്നു അവനെ വിഷമിപ്പിച്ചത്. അവൻ കാട്ടിലേക്ക് ചെന്നു. അവനെ കണ്ട എലി അതിയായി സന്തോഷിച്ചു. എനിക്കറിയാമായിരുന്നു നീ ഉടനെ തിരിച്ചു വരുമെന്ന്. എന്തു പറ്റി? നീ ആകെ നിരാശനാണല്ലോ. മക്കളുടെ ഭാവി വധുക്കളെല്ലാം ഉണ്ടാക്കിയ അപ്പം അച്ഛന് വേണമെന്ന് പറയുന്നു. പക്ഷെ നിനക്കതിന് കഴിയില്ല. എന്റെ സഹോദരങ്ങൾ എന്നെ കളിയാക്കും. എനിക്കതിന് കഴിയുമെങ്കിലോ? നിന്റെ സഹോദരങ്ങൾ നിന്നെ കളിയാക്കുകയില്ല. ഒരു എലി അപ്പം ഉണ്ടാക്കുമെന്ന് ഞാൻ കേട്ടിട്ടേയില്ല. പക്ഷെ എനിക്ക് കഴിയും. ചുണ്ടലി വെള്ളി കൊണ്ടുള്ള മണി 3 തവണ മുഴക്കി. ആ ശബ്ദം കേട്ടപ്പോൾ അവിടങ്ങളിലുള്ള 100 കണക്കിന് എലികൾ പുറത്തു വന്നു. അവർ ചുണ്ടലിക്ക് ചുറ്റും കൂടി. ചുണ്ടലി അവർക്ക് മുന്നിൽ അന്തസ്സോടെ നിന്നു. നിങ്ങൾ ഓരോരുത്തരും പോയി എനിക്ക് ഏറ്റവും നല്ല ഗോതമ്പ് കൊണ്ടുതരൂ. വീക്കോയെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് എല്ലാ എലികളും അപ്രത്യക്ഷരായി. അവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ കയ്യിൽ ഗോതമ്പ് മണികൾ ഉണ്ടായിരുന്നു. അത് ശേഖരിച്ച ചുണ്ടലി ആ ഗോതമ്പ് മണികൾ കൊണ്ട് മനോഹരമായ അപ്പമുണ്ടാക്കി. അങ്ങനെ 3 സഹോദരങ്ങളും അവർക്ക് കിട്ടിയ അപ്പങ്ങൾ അച്ഛനു വേണ്ടി കൊണ്ടുവന്നു. മൂത്ത മകൻ അച്ഛൻ അപ്പം നീട്ടിക്കൊടുത്തു. നന്നായിരിക്കുന്നു. നമ്മളെപ്പോലെ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഇത് വളരെ നല്ലതാണ്. രണ്ടാമത്തെ മകൻ കൊണ്ടുവന്ന അപ്പം ബാർലി കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ബാർലിയും വളരെ നല്ലതാണ്. തുടർന്ന് വീക്കോ അവന്റെ വെള്ള അപ്പം നൽകി. എന്ത്? വെള്ളയപ്പമോ? വീക്കോ, നിന്റെ പ്രിയതമ തീർച്ചയായും ഒരു സമ്പന്നയായിരിക്കണം. തീർച്ചയായും. അവന്റെ പെണ്ണ് രാജകുമാരിയാണെന്ന് അവൻ പറയാതിരുന്നതാണ്. അല്ല വീക്കോ, ആ രാജകുമാരിക്ക് എവിടുന്നാണ് ഇത്രയും നല്ല ഗോതമ്പ് കിട്ടിയത്? അവൾ ഒരു വെള്ളിമണി 3 വട്ടം മുഴക്കിയാൽ അവളുടെ പരിചാരകർ അവൾക്ക് വേണ്ടി എന്തും കൊണ്ടുവരും. ഈ 3 വധുക്കളുടെ കാര്യത്തിലും ഞാൻ സന്തോഷവാനാണ്. കാരണം അവർ ഏറ്റവും നല്ല അപ്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് അവരെനിക്ക് വേണ്ടി എന്തെങ്കിലും നെയ്തു തരണം. എന്റെ പെണ്ണിന് നന്നായി തയ്ക്കാൻ അറിയാം. എന്റെ പെണ്ണും. വീക്കോ ഒരു വാക്കുപോലും മിണ്ടിയില്ല. എങ്കിലും അവൻ ഉറപ്പായിരുന്നു തന്റെ ചുണ്ടലി നെയ്യുമെന്ന്. അവൻ കാട്ടിനുള്ളിലെ കുടിലിലേക്ക് ചെന്നു. അവന് വിഷമമുണ്ടെന്ന് ചുണ്ടലിക്ക് തോന്നി. അവൾ കാരണം അന്വേഷിച്ചു. നിനക്കതിന് കഴിയോന്ന് എനിക്ക് പേടിയുണ്ട്. ഒരു എലി തുണി നെയ്യുന്ന കാര്യം ഞാൻ കേട്ടിട്ടേയില്ല. നിനക്ക് കഴിയോ? തീർച്ചയായും. വീക്കോയുടെ പ്രിയതമയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? വീണ്ടും അവൾ ആ വെള്ളിമണി 3 തവണ മുഴക്കിയപ്പോൾ 100 കണക്കിന് എലികൾ അവിടേക്ക് വന്നു. അവൾക്ക് മുന്നിൽ അവർ ആജ്ഞയ്ക്കായി കാത്തിരുന്നു. ഓരോരുത്തരും എനിക്ക് 1-ാം തരം ചണനാരുകൾ കൊണ്ടുവരൂ. അവളുടെ കൽപ്പന കേട്ട് എലികൾ കൂട്ടത്തോടെ പുറത്തുപോയി. ഏറ്റവും നല്ല ചണനാരുകളുമായി അവ മടങ്ങിയെത്തി. ചുണ്ടലിയുടൻ ആ നാരുകൾ കൊണ്ട് മനോഹരമായ തുണിയുണ്ടാക്കി. വളരെ സുന്ദരമായ അത് അവൾ ഒരു വിത്തുതോടിനുള്ളിൽ അടക്കം ചെയ്തു. ഇതാ വീക്കോ, നിന്റെ അച്ഛനത് ഇഷ്ടമാവും. വീക്കോ ആ വിത്തുതോടുമായി തന്റെ വീട്ടിലേക്ക് ചെന്നു. മൂത്ത മകൻ തന്റെ കാമുകി നെയ്ത് തന്നത് അച്ഛനെ ഏൽപ്പിച്ചു. ഇത് പരുക്കൻ തുണിയാണ്. അത്ര നല്ലതല്ലെങ്കിലും കൊള്ളാമെന്ന് തോന്നുന്നു. രണ്ടാമത്തെ മകനും അവന്റെ കാമുകി നെയ്ത തുണി അച്ഛന് കൊടുത്തു. പരുത്തിയും ചണയും ഇടകലർത്തി നെയ്തത്. ഇതല്പം കൂടെ നല്ലതാണ്. നിന്റെ കാര്യം എന്താണ് വീക്കോ? വീക്കോ തന്റെ വിത്തുതോട് മുന്നോട്ട് നീട്ടി. അവന്റെ സഹോദരങ്ങൾ കളിയാക്കി ചിരിച്ചു. അച്ഛൻ ചോദിച്ചത് നെയ്ത തുണിയാണ്, അല്ലാതെ വിത്തുതോടല്ല. അച്ഛൻ ആ വിത്തുതോട് തുറന്നപ്പോൾ അവരുടെ ചിരി മാഞ്ഞുപോയി. അദ്ദേഹം സുന്ദരമായൊരു ചണത്തുണി പുറത്തെടുത്തു. ഹാ, അവൾ ഇതെങ്ങനെയുണ്ടാക്കി? അവൾ വെള്ളിമണി മുഴക്കി തന്റെ പരിചാരകരോട് ഏറ്റവും നല്ല ചണനാരുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അവൾ അച്ഛനു വേണ്ടി ഈ തുണി നെയ്തത്. വീക്കോ, നിന്റെ കാമുകി ഒരു രാജകുമാരി തന്നെയാണല്ലോ. ഇനി നിങ്ങൾ അവരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. എനിക്ക് അവരെ ഉടനെ കാണണം. നാളെ തന്നെ ആവട്ടെ. ഇത് കേട്ട് ചുണ്ടലി വല്ലാതെ ആഹ്ലാദിച്ചു. നന്നായി വസ്ത്രം ധരിച്ച അവൾ വെള്ളിമണി മുഴക്കി ഒരു തേരും
5 തേരാളികളെയും ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ വിത്തുതോടുകൊണ്ടുള്ള തേരും അത് വലിക്കാൻ 5 എലികളും തയ്യാറായി. ഇത് കണ്ട് വീക്കോ ആശ്ചര്യപ്പെട്ടു. ചുണ്ടലി തേരിൽ കയറിയിരുന്നു. തേരാളി മുന്നിലും കാലാൾ പിന്നിലുമായി നിലയുറപ്പിച്ചു. വീക്കോയുടെ വീട്ടിലേക്ക് അവർ യാത്ര പുറപ്പെട്ടു. വീക്കോ തേരിന്റെ ഒപ്പം നടന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അച്ഛനെ കുറിച്ച് വിഷമിക്കണ്ട കേട്ടോ. എന്റെ അച്ഛൻ ഒരു മാന്യനായ വ്യക്തിയാണ്. കാട്ടിലൂടെ സഞ്ചരിച്ച് അവർ ഒരു ചെറു പട്ടണത്തിലെത്തി. അവിടെ കര കവിഞ്ഞൊഴുകുന്നൊരു നദിയുണ്ടായിരുന്നു. അവർക്കാവട്ടെ അതിനു മുകളിലെ പാലം കടക്കേണ്ടിയിരുന്നു. അവർ പാലം കടക്കുന്ന സമയം എതിർഭാഗത്ത് നിന്ന് ഒരാൾ അതുവഴി വന്നു. ഒരു കൂട്ടം എലികൾ നടന്നു വരുന്നത് അയാൾ കണ്ടു. ചിരിച്ചുകൊണ്ട് അയാൾ അവയെല്ലാം നദിയിലേക്ക് ചവിട്ടിത്തെറിപ്പിച്ചു. നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ എന്റെ പ്രിയതമയെ നദിയിൽ മുക്കിക്കളഞ്ഞില്ലേ? നിന്റെ പ്രിയതമയോ? ആ എലിയോ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ നടന്നകന്നു. ചുണ്ടലിയെക്കുറിച്ചോർത്ത് വീക്കോ സങ്കടപ്പെട്ടു. അവൻ താഴെ നദിയിലേക്ക് നോക്കി. ഒരിടത്തും അവളെ കണ്ടെത്താനായില്ല. ഓ എന്റെ പാവം പിടിച്ച പെണ്ണെ, ഞാൻ കാരണമാണ് നിനക്കിത് വന്നത്. എന്നോട് ക്ഷമിക്കൂ. ഇതും പറഞ്ഞു തിരിഞ്ഞ വീക്കോ നദിയുടെ മറുകരയിൽ മനോഹരമായൊരു തേര് നിൽക്കുന്നത് കണ്ടു. അത് 5 കുതിരകളെ പൂട്ടിയതായിരുന്നു. അതിമനോഹരിയായൊരു പെൺകുട്ടി തേരിനകത്തിരിക്കുന്നു. വീക്കോ അതിന്റെ ഭംഗി കണ്ട് ഏറെ സന്തുഷ്ടനായി. വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ച് അവൻ ആ തേരിനടുത്തേക്ക് ചെന്നു. വീക്കോ, നിനക്കെന്റെ ഒപ്പം ഇരുന്നൂടെ? ഞാനോ? ഞാനൊരു എലിയായിരുന്നപ്പോൾ നീ എന്നെ നിന്റെ കാമുകയാക്കിയില്ലേ? അപ്പോ ഈ രൂപത്തിൽ നീ എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ചുണ്ടലി നീയായിരുന്നോ? അതെ, ഞാനൊരു ശാപം കിട്ടിയ രാജകുമാരിയായിരുന്നു. നീ എന്നെ നിന്റെ കാമുകയാക്കിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും മോചനം കിട്ടില്ലായിരുന്നു. ആ മനുഷ്യൻ എന്നെ വെള്ളത്തിലെറിഞ്ഞതുകൊണ്ട് ഇപ്പൊ ശാപമുക്തി നേടി. ഇനി നമുക്ക് നിന്റെ അച്ഛനെ കാണണം. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് എന്റെ രാജ്യത്തേക്ക് പോവാം. അങ്ങനെ അവർ വീക്കോയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീക്കോയുടെ അച്ഛനും മൂത്ത സഹോദരങ്ങളും അവന്റെ കാമുകി ശരിക്കും രാജകുമാരിയാണെന്ന് കണ്ട് അത്ഭുതപ്പെട്ടു. അച്ഛ, ഇതാണ് എന്റെ പ്രിയപ്പെട്ടവൾ. നിന്റെ കാമുകി ശരിക്കും ഒരു രാജകുമാരി തന്നെ. നീ എവിടെ നിന്ന് കണ്ടെത്തി ഈ സുന്ദരിക്കുട്ടിയെ? കാട്ടിലൊരിടത്തു നിന്ന്, മരം വഴി കാണിച്ച സ്ഥലത്തു നിന്ന്. എവിടേക്കാണോ മരം വഴി കാണിക്കുന്നത് അവിടെ മികച്ച വധുവിനെ കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. മരം ഞങ്ങൾക്കും കാട്ടിലേക്കുള്ള വഴി കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കും കിട്ടുമായിരുന്നു ഇതുപോലുള്ള രാജകുമാരിയെ. പക്ഷേ ഒരു പിശകുണ്ട്. വീക്കോയ്ക്ക് രാജകുമാരിയെ ലഭിച്ചത് അവൻ ദയുള്ളവനായതുകൊണ്ടാണ്. ഒരു കുഞ്ഞെലിയോട് പോലും. വീക്കോയുടെ അച്ഛൻ അവരെ അനുഗ്രഹിച്ചു. അവരുടനെ വിവാഹിതരായി. ദയയും സത്യസന്ധതയും ഉള്ളവരായതിനാൽ അവർക്ക് എപ്പോഴും സന്തോഷമുണ്ടായി. അവർ പരസ്പരം അങ്ങേയറ്റം സ്നേഹിച്ചു.